നമുക്കിന്നിവിടെ കുറച്ച് കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചെമ്മീൻ, ഈ കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ പറയുന്ന രണ്ടും രണ്ടാണോ അതോ ഒന്നിനെ തന്നെയാണോ പറയുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലിവിടെ പണ്ടേ കൊഞ്ചെന്നാണേ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് വരാം. അങ്ങനെ കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറച്ചെടുത്ത് റോസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഇതിവിടെ കിടന്നോട്ടെ, അറിയാത്ത ആരെങ്കിലും അഥവാ ഉണ്ടെങ്കിലോ. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് മസാലയൊക്കെ തേച്ച് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ ഗരം മസാലയും കൂടെ തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. ആ ഒരു സമയത്തിന് നമ്മൾ ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി മസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമുക്കതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതേ സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് പെരിഞ്ചീരകവും കടുകും ഉലുവയും കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് വഴറ്റണം. എന്നിട്ട് വേണം നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന കൊഞ്ചും ആവശ്യത്തിന് തക്കാളിയും കൂടെ ചേർത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ ഈ കൊഞ്ചിൽ നിന്നും തക്കാളിയിൽ നിന്നും കൂടെയുള്ള വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയാകും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അഥവാ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഗീ റൈസുമായിട്ടായിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റ് ആയിരുന്നറിയോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ കോംബോ ട്രൈ ചെയ്യുന്നത്.